we can discuss about culture media. Third semester B-Pharm Pharmaceutical Microbiology Unit 1 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ലാബിൽ ഏത് മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണ് കൾച്ചർ മീഡിയ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, നമ്മൾ എങ്ങനെയാണ് കൾച്ചർ മീഡിയയിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണ്, ഐഡിയൽ ആയിട്ട് വേണ്ട കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ്, കൾച്ചർ മീഡിയനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്, ബേസ്ഡ് ഓൺ ദ ഓക്സിജൻ റിക്വയർമെന്റ്, ബേസ്ഡ് ഓൺ ദ കെമിക്കൽ നേച്ചർ, അങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് കൾച്ചർ മീഡിയക്കുള്ള എക്സാമ്പിൾസുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ മീഡിയ. ഞാനിപ്പോ പറഞ്ഞതിൽ ഗ്രോ ചെയ്യുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൾച്ചർ മീഡിയ എന്ന് പറയുന്ന സമയത്ത് മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. Culture media can be defined as a solid, liquid or semi-solid preparation which is used to grow, isolate, identify, transport or store the microorganism. മൈക്രോഓർഗാനിസവുമായി ബന്ധപ്പെട്ട് എന്ത് പെർഫോമൻസ് ചെയ്യുകയാണെങ്കിലും അതിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാവാം, ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാവാം, അതിനെ ഐസൊലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം തന്നതെന്ന് ഒരു സ്പെസിഫിക് മൈക്രോ ഓർഗാനിസത്തിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അതിനാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം തന്നു, നമ്മളൊരു കൾച്ചർ മീഡിയ യൂസ് ചെയ്തിട്ട് അതിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ഇന്നതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. സം വയബിൾ മൈക്രോ ഓർഗാനിസം, ചില മൈക്രോ ഓർഗാനിസംസുകൾ നമുക്ക് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഡെലിക്കസ് ആയിരിക്കും, അത്ര പെട്ടെന്ന് അത് സെൻസിറ്റീവ് ആയിരിക്കും, അത് പെട്ടെന്ന് കില്ല് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇനി ഒരു മൈക്രോ ഓർഗാനിസം നമുക്ക് ഫർദർ ഫ്യൂച്ചർ യൂസിന് വേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഈ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സോളിഡോ ലിക്വിഡോ സെമി സോളിഡോ ആയിട്ടുള്ള പ്രിപ്പറേഷൻസിനെയാണ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ പറയുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം, ഇറ്റ് ഷുഡ് കണ്ടെയ്നിങ് ഓൾ ദ ന്യൂട്രിയൻറ്റ് വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദ മൈക്രോ ഓർഗാനിസം ആൻഡ് ക്യാൻ ബി ഈസിലി സെലക്ടഡ് നോയിങ് ദ നേച്ചർ ഓഫ് ദി ഹാബിറ്റ് ഓഫ് ദി മൈക്രോബിയൽ സ്പീഷീസ് വിച്ച് വിൽ റിഫ്ലക്ട് ദ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്. നമ്മൾ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്ടീരിയൽ ന്യൂട്രിയന്റ് എന്താണ്, വെദർ ഇറ്റ് ഈസ് എ ഫോട്ടോട്രോപ്പ് ഓർ ഹെറ്ററോട്രോപ്പ്, അതിന്റെ ഓക്സിജൻ റിക്വയർമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ സോഴ്സ് ഏതാണ്, കാർബൺ സോഴ്സ് ഏതാണ്, എനർജി സോഴ്സ് ഏതാണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ച് മൈക്രോ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് മൈക്രോ ഓർഗാനിസത്തിനെയാണോ കൾച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഹാബിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കുന്നത്. ഓക്കെ, now what are the different ideal constituents of an culture media? First one is of course water. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മോസ്റ്റ് പ്രോബബിളി we will prefer a liquid culture media. ലിക്വിഡ് കൾച്ചർ മീഡിയ അല്ലെങ്കിൽ കൂടി ഇനി സോളിഡ് കൾച്ചർ മീഡിയ ആണെങ്കിൽ തന്നെ സോളിഡ് കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഏത് ഇൻഗ്രീഡിയൻസുകളായാലും അത് ലിക്വിഡിൽ മിക്സ് ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്ത് യൂണിഫോം ആയിട്ട് അതിനെ സോളിബിളൈസ് ചെയ്ത് എടുത്തതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വാട്ടർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ്. സെക്കൻഡ് വൺ ഈസ് സോഡിയം ക്ലോറൈഡ് ആൻഡ് അതർ ഇലക്ട്രോലൈറ്റ്സ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഗാനിസം ടു ബി കൾച്ചർ. ആ ഓർഗാനിസത്തിന് ഏത് രീതിയിലുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ്സുകളാണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ച്. The next one is peptone. These are the protein digests prepared from animal or vegetable protein by enzymatic action. Then meat extract, which are prepared from fresh lean meat by hot water extraction. Then yeast extract from the cells of baker's yeast or Saccharomyces, which is mainly used to enrich the media with protein degradation products, carbohydrate, inorganic salt and growth factor. ഈസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് നൈട്രജൻ സോഴ്സിന് വേണ്ടിയിട്ട്, കാർബൺ സോഴ്സിന് വേണ്ടിയിട്ട്, എല്ലാ സോഴ്സിനും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്, ഈസ്റ്റ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. സംടൈംസ് വി മേ യൂസ് ബ്ലഡ്, defibrinated horse blood or serum from other animals. And if we require to prepare semi-solid or solid media, we may have to add
and another important constituent which do not have any capacity to increase the growth of microorganisms. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു കപ്പാസിറ്റിയും ഇല്ലാത്ത ഒരു ഏജന്റും കൂടി ചില സമയത്ത് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഇൻ ഓർഡർ ടു ഗീവ് ദ ഫിസിക്കൽ സ്റ്റേറ്റ്. അത് സോളിഡ് ആണോ സെമി സോളിഡ് ആണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അഗാർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ കാർബോഹൈഡ്രേറ്റ് ഡിറൈവ്ഡ് ഫ്രം ദ സീവീഡ് വിത്ത് യുണീക് പ്രോപ്പർട്ടി ഓഫ് മെൽറ്റിംഗ് അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ്. 90 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലിക്വിഡ് ആയിട്ട് മാറുന്നതാണ്. ആൻഡ് ഇറ്റ് വിൽ ബിക്കം സോളിഡിഫൈ ഓർ ഇറ്റ് വിൽ does not solidify until it is cooled at under 40 degree Celsius. 40 ഡിഗ്രി സെൽഷ്യസിൽ താഴോട്ട് വരുന്ന സമയത്ത് മാത്രമേ അത് സോളിഡിഫൈ ആവുള്ളൂ. അതുവരെ അത് ലിക്വിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അഗാർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഐഡിയൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ എ കൾച്ചർ മീഡിയ. അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. Now there are many classification of culture media. നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഇതൊക്കെ LKG പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. സോളിഡ് മീഡിയ, ലിക്വിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ എന്ന് പറയുന്നത്. ഇതൊന്നും എക്സാമിന് വലിയ കാര്യമായിട്ട് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്. സോ ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദ കൺസിസ്റ്റൻസി. ഫിസിക്കൽ സ്റ്റേറ്റിനനുസരിച്ച് സോളിഡ്, ലിക്വിഡ് മീഡിയ ആൻഡ് സെമി സോളിഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടാണ്. ഒറ്റ കാര്യമാണ് അതിൽ നമ്മൾ നോക്കാനുള്ളൂ. അതിൽ അഗാറിന്റെ കോൺസെൻട്രേഷൻ എത്ര ആണെന്ന് മാത്രമേ നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. സോളിഡ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതിൽ 2% അഗാറാണ് ആഡ് ചെയ്യുന്നത്. ലിക്വിഡ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതിൽ അഗാർ ആഡ് ചെയ്യാറില്ല. സെമി സോളിഡ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ 0.5% അഗാർ ആഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. ലിക്വിഡ് മീഡിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ന്യൂട്രിയൻ മീഡിയ, ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത്. ആ ന്യൂട്രിയൻ ബ്രോത്തിലോട്ട് അഗാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ന്യൂട്രിയന്റ് അഗാർ എന്ന് പറയുന്നത്. അതിനെ ഹീറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ബ്ലഡ് അഗാർ എന്ന് പറയുന്നത്. ബ്ലഡ് ആഡ് ചെയ്തിട്ടുള്ള അഗാർ മീഡിയത്തിനാണ് ന്യൂട്രിയന്റ് അഗാർ, ബ്ലഡ് അഗാർ എന്ന് പറയുന്നത്. സെമി സോളിഡ് മീഡിയ സാധാരണഗതിയിൽ മോട്ടിലിറ്റി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ കൺസിസ്റ്റൻസി. Second classification is based on the oxygen requirement, whether we are going to culture aerobic organism or in anaerobic organism. ഏത് ഓർഗാനിസത്തിനെയാണോ കൾച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കൾച്ചർ മീഡിയത്തിന് എയറോബിക് കൾച്ചർ മീഡിയ എന്നും അനേറോബിക് കൾച്ചർ മീഡിയ എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. അപ്പോ നമ്മൾ പറയുന്നതിൽ ഒട്ടുമിക്ക മീഡിയാസും എയറോബിക് കൾച്ചർ മീഡിയ ആണ്. അനേറോബിക് മീഡിയ നമ്മൾ 1-2 എക്സാമ്പിൾസുകൾ പഠിച്ചു വെക്കും. ബാക്കി എല്ലാ കൾച്ചർ മീഡിയയും എയറോബിക് കൾച്ചർ മീഡിയ ആണ് എന്ന് മനസ്സിലാക്കാം. And this is the important classification we have to write during examination point of view. Okay, so we can classify based on the nature of the constituents or ingredients. Culture media can be classified into simple culture media, synthetic or defined media, complex media, and special media for some special purposes. Enriched media, enrichment media, selective media, indicator media, differential media, sugar media, and transport media. Okay, let's see one by one. First one is simple media. പേര് പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മിനിമം കോൺസ്റ്റിറ്റ്യൂവൻസ് ഉള്ള മീഡിയത്തിനെയാണ് സിമ്പിൾ മീഡിയ എന്ന് പറയുന്നത്. സിമ്പിൾ ആൻഡ് മോസ്റ്റ് കോമൺ മീഡിയ ഇൻ റൂട്ടീൻ ഡയഗ്നോസിസ് ഓഫ് ലബോറട്ടറി. എക്സാമ്പിൾസ് ആ ന്യൂട്രിയന്റ് ബ്രോത്ത്. ന്യൂട്രിയന്റ് ബ്രോത്തിൽ പെപ്റ്റോണും മീറ്റ് എക്സ്ട്രാക്റ്റും സോഡിയം ക്ലോറൈഡും വാട്ടറും, ഇത്രയും മാത്രമേ ഉള്ളൂ. അതിനൊരു വെയിറ്റ് പറയുന്നുണ്ട്, നമ്മൾ അത് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ഉള്ളതാണ്. ഈ ന്യൂട്രിയൻ ബ്രോത്തിലോട്ട് 2% അഗാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീഡിയ ന്യൂട്രിയന്റ് അഗാർ ആയിട്ട് മാറും, സോളിഡ് മീഡിയ ആയിട്ട് മാറും. അത് അതിന്റെ ന്യൂട്രിയന്റിന്റെ അഗാറിന്റെ കോൺസെൻട്രേഷൻ 0.2 0.5 ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി സെമി സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് സിമ്പിൾ മീഡിയ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ. ഇപ്പൊ നമ്മൾ നേരത്തെ മൈക്രോബിയൽ ന്യൂട്രിയൻ റിക്വയർമെന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോലിത്തോട്രോപിക്, ഓക്സോട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഓർഗാനിസം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ലബോറട്ടറിയിൽ 100% പ്യുവർ ആയിട്ടുള്ള കെമിക്കൽസുകളൊക്കെ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മീഡിയത്തിനാണ് സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു മീഡിയ പ്രിഫർ ചെയ്യാറില്ല, കാരണം ഭയങ്കര കോസ്റ്റ്ലി ആണ്. പ്യുവർ ഫോമിലുള്ള ഏത് കെമിക്കലും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണെന്നുള്ളത് കൊണ്ട് ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് എക്സ്ട്രാക്റ്റോ പെപ്റ്റോണോ ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് എത്രയാണ് സോഡിയം കാർബണേറ്റ് വേണ്ടത്, എത്രയാണ് സോഡിയം ബൈകാർബണേറ്റ് വേണ്ടത്, നൈട്രേറ്റ് എത്രയാണ് വേണ്ടത്, അത്രയും ആ കെമിക്കൽസ് അല്ലെങ്കിൽ ആ കെമിക്കൽ ഏജൻസുകൾ എത്രയാണോ എക്സാക്ട് കോമ്പോസിഷനിൽ എടുക്കുക എന്നുള്ളതാണ് സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്ന മീഡിയയിൽ എടുക്കുക. ഓക്കെ, തേർഡ് വൺ ഈസ് കോംപ്ലക്സ് മീഡിയ. യൂഷ്വലി നമ്മൾ പ്രിഫർ ചെയ്യുന്ന മീഡിയ ആണ്
These are containing some ingredients of unknown chemical composition. നമ്മളൊരു ന്യൂട്രിയൻ ബ്രോത്ത് അല്ലെങ്കിൽ പെപ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സാക്ട് അതിന്റെ കെമിക്കൽ നേച്ചർ എന്താണെന്ന് പ്രോട്ടീൻ ആണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നതിലുപരി അതിലേക്കുള്ള ഏതൊക്കെ അമിനോ ആസിഡ് ഉണ്ട്, എത്രത്തോളം പെപ്റ്റൈഡ് ചെയിൻസുകൾ ഉണ്ട്, ഇതൊന്നും നമുക്ക് എക്സാക്ട് അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അറിയാത്ത മീഡിയ ആണ് കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. യൂസ്ഡ് വെൻ ആൻ എക്സാക്ട് ന്യൂട്രീഷണൽ റിക്വയർമെന്റ് ഓഫ് സ്പീഷീസ് ഇസ് അൺനോൺ. ഇപ്പൊ ഡിഫൈൻഡ് മീഡിയ നമുക്ക് ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ എക്സാക്ട് റിക്വയർമെന്റ് അറിയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ എക്സാക്ട് റിക്വയർമെന്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ ആണ് കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. Okay, it can meet nutritional requirement of various species of microorganism. Defined media use ചെയ്യുമ്പോൾ ആ ഒരു സിംഗിൾ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് മാത്രമേ എൻഹാൻസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കോംപ്ലക്സ് മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം, അതിന്റെ എക്സാക്ട് ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് അറിയില്ല, അങ്ങനെയുള്ള എല്ലാ ഓർഗാനിസവും അതിൽ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. യൂഷ്വലി ദ കമ്പോണൻസ് ലൈക്ക് പെപ്റ്റോൺ, മീറ്റ് എക്സ്ട്രാക്ട്, ഈസ്റ്റ് എക്സ്ട്രാക്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിലെ സാധാരണ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പെപ്റ്റോൺ, ബീഫ് എക്സ്ട്രാക്ട്, ഈസ്റ്റ് എക്സ്ട്രാക്ട് ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെയാണ്. സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ന്യൂട്രിയൻ മീഡിയ. കുറച്ച് ന്യൂട്രിയൻ മീഡിയസിന്റെ പേര് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ ന്യൂട്രിയന്റ് ബ്രോത്ത് എന്ന് പറയുന്നത് പെപ്റ്റോൺ, വാട്ടർ, മീറ്റ് എക്സ്ട്രാക്ട് മാത്രം എടുക്കുന്ന ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതിലോട്ട് പെപ്റ്റോൺ, സോഡിയം ക്ലോറൈഡും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അതിനെ പെപ്റ്റോൺ വാട്ടർ എന്ന് വിളിക്കും. പെപ്റ്റോൺ, സോഡിയം ക്ലോറൈഡ്, വാട്ടർ മാത്രം ആഡ് ചെയ്യുന്നത് പെപ്റ്റോൺ വാട്ടർ എടുക്കും. ദെൻ ഗ്ലൂക്കോസ് ബ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് ന്യൂട്രിയൻ ബ്രോത്തിലോട്ട് പെപ്റ്റോൺ, വാട്ടർ, മീറ്റ് എക്സ്ട്രാക്റ്റിലോട്ട് ഗ്ലൂക്കോസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗ്ലൂക്കോസ് ബ്രോത്ത് എന്ന് വിളിക്കും. ദെൻ റോബർട്ട്സൺ മീറ്റ് മീഡിയ, ന്യൂട്രിയൻ ബ്രോത്ത്, മിൻസ്ഡ് മീറ്റ് യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എയറോബിക് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ എന്ന് പറയുന്നത് ഒരു അനേറോബിക് മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. ഓക്കെ, ദെൻ ഇത് വേറെ കുറച്ച് എക്സാമ്പിൾസുകളാണ്. ന്യൂട്രിയന്റ് അഗാർ, ന്യൂട്രിയന്റ് ബ്രോത്തിലോട്ട് നമ്മൾ അഗാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ന്യൂട്രിയന്റ് അഗാർ എന്ന് പറയുന്നത്. ന്യൂട്രിയന്റ് അഗാറിലോട്ട് 5 to 10% ഹോഴ്സ് ബ്ലഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ബ്ലഡ് അഗാർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് അഗാറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൾച്ചർ മീഡിയനെ പറയുന്ന പേരാണ് ചോക്ലേറ്റ് അഗാർ എന്ന് പറയുന്നത്. ചോക്ലേറ്റിന്റെ കളർ ആവും എന്നുള്ളത് കൊണ്ടാണ് ചോക്ലേറ്റ് അഗാർ എന്ന് പറയുന്നത്, അല്ലാതെ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ടല്ല. ബ്ലഡിന്റെ കളർ ചോക്ലേറ്റിന്റെ കളറിലോട്ടായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ്. ദെൻ മക്കോങ്കി അഗാർ, ഇങ്ങനെയുള്ള കുറെ മീഡിയാസുകളുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി സ്പെഷ്യൽ മീഡിയാസ്, പേര് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മീഡിയാസ് ആയിരിക്കും സ്പെഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എൻറിച്ച്ഡ് മീഡിയ. അപ്പൊ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ടു ബി ഗ്രോൺ, അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഒരു സ്പെസിഫിക് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് അതില് എല്ലാ മൈക്രോ ഓർഗാനിസം ഗ്രോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കൾച്ചർ മീഡിയത്തിലോട്ട് ബ്ലഡ്, സിറം, എഗ് പോലെയുള്ള ബേസൽ മീഡിയത്തിലോട്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന മീഡിയ ആണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത്. ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ ആൻഡ് എഗ് അഗാർ ആർ എക്സാമ്പിൾസ് ഫോർ എൻറിച്ച്ഡ് മീഡിയ. എക്സാമ്പിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലാക്കുക. ഓരോ മീഡിയ, ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും രണ്ട് മീഡിയ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെയും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പൊ എന്താണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് ആദ്യം മനസ്സിലാക്കുക. ന്യൂട്രീഷണൽ റിക്വയർമെന്റ്, മോർ എക്സാക്റ്റിംഗ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടി റെസ്പെക്റ്റീവ് ഓഫ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ ആൻഡ് എഗ് അഗാർ. Then next one is enrichment media. First one was enriched media. അവിടെ എല്ലാ ഓർഗാനിസത്തിനെയും ഗ്രോത്ത് എൻഹാൻസ് ചെയ്തതായിരുന്നു. This is enrichment media. These are the culture media which containing some substances which will stimulate the effect of required bacteria or inhibiting effect of unwanted bacteria. ഏതെങ്കിലും ഒരു രീതിയിലുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു മീഡിയനാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു മൈക്രോ ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു ഏജന്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള മീഡിയ എന്നുള്ളതാണ്. യൂസ്ഡ് ടു കൾച്ചർ കണ്ടെയ്നിങ് മോർ ദാൻ 1 ബാക്ടീരിയ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ടെട്രാ തയോണേറ്റ് ബ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ ആണ് എൻറിച്ച്മെന്റ് മീഡിയക്കുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. വിച്ച് വിൽ ഇൻഹിബിറ്റ് ദ കോളിഫോം ബാക്ടീരിയ ആൻഡ് ഇറ്റ് വിൽ അലോ ദ ഗ്രോത്ത് ഓഫ് ടൈഫോയിഡ് ആൻഡ് പാരാടൈഫോയിഡ് ബാക്ടീരിയ. അപ്പൊ അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 മൈക്രോ ഓർഗാനിസം ഒരു കൾച്ചറിലുണ്ട്. അതിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് മാത്രം കൂട്ടുക, മറ്റതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള മീഡിയനാണ് എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറയുന്നത്. ടെട്രാ തയോണേറ്റ് ബ്രോത്ത് which will inhibit the coliform bacteria and allow the growth of typhoid and paratyphoid. Another example is selenate F, which will support the growth of dysentery bacillus. Okay,
ഇപ്പൊ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഹെഡിങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. വീണ്ടും വീണ്ടും പറയാണ് എന്താണ് മീഡിയ എന്നുള്ളത് എഴുതണം, അതിനുള്ള എക്സാമ്പിൾസുകൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സെലക്റ്റീവ് മീഡിയ. സെലക്റ്റീവ് മീഡിയം എൻറിച്ച്മെന്റ് മീഡിയവും സെയിം ആണ്, ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എൻറിച്ച്മെന്റ് മീഡിയ സോളിഡോ ലിക്വിഡോ സെമി സോളിഡോ എന്ത് വേണമെങ്കിലും ആവാം. സെലക്റ്റീവ് മീഡിയ ഒരു സോളിഡ് മീഡിയ ആയിരിക്കും. സെയിം സംഗതി തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. വി വിൽ ആഡ് എ സബ്സ്റ്റൻസസ് വിച്ച് വിൽ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് അൺവാണ്ടഡ് മൈക്രോ ഓർഗാനിസം. അൺവാണ്ടഡ് ഗ്രോത്ത് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള മീഡിയ ആണ് ഇൻടു ആൻഡ് സോളിഡ് മീഡിയ. സോളിഡ് മീഡിയത്തിലാണ് നമ്മൾ അത് ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ BASAL, basic fusion and crystal violet to support gram-negative bacteria and inhibit gram-positive bacteria. ഇത്രയും സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്ത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയന്റെ ഗ്രോത്ത് മാത്രം എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബൈസാൾട്ട്, ബേസിക് ഫ്യൂഷൻ, ക്രിസ്റ്റൽ വയലറ്റ് ആഡ് ചെയ്യുന്നത്. ദെൻ ഡിസോക്സികോളേറ്റ് സിട്രേറ്റ്, ഡിസെൻട്രി ബാസില്ലസ്, സാൽമോണല്ല ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ലോവിസ്റ്റൺ ജെൻസൺ മീഡിയ ഫോർ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇപ്പൊ ടി ബിയുടെ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ട്യൂബർക്കുലോസിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യുന്ന സമയത്ത് ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്ത് മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിന്റെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയയാണ് ലോവസ്റ്റൺ ജെൻസൺ മീഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിക്കേറ്റർ മീഡിയ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, the growth will indicate the presence of some specific microorganism. There will be some color change according to the growth of microorganism. Media containing an indicator which change the color when bacteria grows. Example is sulfate in Wilson and Blair media. So whenever the Salmonella typhi is grown in this media, Salmonella typhi will reduce the sulfate to sulfate, and the bacteria growing in them will have a black metallic shade. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മനസ്സിലാക്കാം ദിസ് ഈസ് എ സാൽമോണല്ല ടൈഫി മൈക്രോ ഓർഗാനിസം. Then potassium tellurate in McLeod's media. Potassium tellurate is converted to metallic tellurium by diphtheria bacillus to produce black colonies. So that is the color change. അപ്പോൾ രണ്ട് എക്സാമ്പിൾസുകളാണ് ഇവിടെ പറഞ്ഞത്. Sulfate in Wilson and Blair media by Salmonella typhi, it will produce black metallic sheen. Then potassium tellurate in McLeod's media, diphtheria bacillus will produce black colonies. Next one is differential media. So whenever a microorganism grown in differential media, it will distinguish the various strains of an bacteria with the different biochemical characteristics. ഇതുവരെ പറഞ്ഞ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ കാര്യമായിരുന്നു. ഡിഫറെന്റ് സ്പീഷ്യസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് ഒരേ സ്പീഷീസ് തന്നെ, ഒരേ ഓർഗാനിസത്തിന് രണ്ട് ഡിഫറെന്റ് സ്ട്രെയിൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്ട്രെയിൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയ ആണ് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെക്കോങ്കി അഗാർ മീഡിയ. മെക്കോങ്കി അഗാർ മീഡിയ എന്ന് പറയുന്നത് പെപ്റ്റോൺ, ലാക്ടോസ്, അഗാർ, ന്യൂട്രൽ റെഡ്, ടോറോക്കോളേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുള്ള ഒരു മീഡിയ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈക്കോളെ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലാക്ടോസ് ഫെർമെന്റേഴ്സുകളാണെങ്കിൽ, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഈക്കോളി ആണെങ്കിൽ അതിന് പിങ്ക് കളർ തരും. അതല്ല നോൺ ലാക്ടോസ് ഫെർമെന്റർ ആണെന്നുണ്ടെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരിക്കും തരും. ഒരേ ഓർഗാനിസം തന്നെ അതിന്റെ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയത്തിനെയാണ് ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരേ സ്ട്രെയിൻ ആണ്, ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് സെയിം ഓർഗാനിസം ആണെന്ന് മനസ്സിലാക്കാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഡിഫറൻഷ്യൽ മീഡിയയിലോട്ട് വരുന്ന സമയത്ത് ഡിഫറെന്റ് സ്ട്രെയിൻസ് ഓഫ് സെയിം ഓർഗാനിസം. ഓക്കെ, ഒരേ ഓർഗാനിസത്തിന്റെ ഡിഫറെന്റ് സ്ട്രെയിൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. Then next one is sugar media. As the name indicates, it containing different type of sugars. മോണോസാക്രൈഡ് ആണോ ഡൈസാക്രൈഡ് ആണോ അത് ഏത് ഷുഗർ ആണ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ച് അങ്ങനെയുള്ള ആ ഒരു മീഡിയ എന്ന് നമുക്ക് പറയാം. ഡൈസാക്രൈഡ്, സുക്രോസ്, ലാക്ടോസ്, ട്രൈസാക്രൈഡ്, റഫിനോസ്, പോളിസാക്രൈഡ്, സ്റ്റാർച്ച്, ഹീലിയം. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് മീഡിയ. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട്. അങ്ങനെ ട്രാൻസ്പോർട്ട് എന്ന് വെറുതെ എഴുതുമ്പോൾ എന്ത് ടൈപ്പ് ആണെന്നുള്ളതാണ്. അത് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡെലിക്കസന്റ് ആയിട്ട് കില്ല് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ഓവർഗ്രോൺ ബൈ സം പാത്തോജൻസ്.
അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഓർഗാനിസംസ്. ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയത്തിനെയാണ് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇസ് സ്റ്റുവേർട്ട് മീഡിയ, ഗോണോകോക്കെ എന്ന് പറയുന്ന ഡെലിക്കറ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ മീഡിയ, അനദർ എക്സാമ്പിൾ ഫോർ എൻഡറി ബാസിലസ്. then കാരി ബ്ലെയർ ആൻഡ് അമീസ് മീഡിയ, സാൽമോണല്ല, ഷിഗല്ല, വിബ്രിയോ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് മീഡിയ. നെക്സ്റ്റ് വൺ ഇസ് ഇനൂമറേഷൻ മീഡിയ. നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരു സാധനമാണ് കൗണ്ടിങ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയ എത്രത്തോളം ഉണ്ട് പെർ ml എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. അപ്പോൾ അതിന് വേണ്ട ആ രീതിയിലുള്ള മീഡിയാസിലാണ്. കളർ ചേഞ്ച് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കോളനി കിട്ടുന്ന രീതിയിലുള്ള മീഡിയാസ് ആണ്. It is used to count the microorganism in milk, food and other samples. That is the enumeration media. Next one is assay media. Assay ചെയ്യാൻ വേണ്ടി microbial assay ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയ ആണ്. effectiveness of antimicrobial agent and to assess the effect of disinfectant and antiseptic and cosmetic preservative. Example is pyridoxine deficient growth media for Staphylococcus faecalis. pyridoxine growth factor-നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ് സ്ട്രെപ്റ്റോകോക്കസ് ഫീക്കാലിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഡെഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മീഡിയ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുക. അപ്പൊ എന്താണ് മൈക്രോബിയൽ അസേ എന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ലാസ്റ്റ് വൺ ഈസ് അനേറോബിക് മീഡിയ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതുവരെ പറഞ്ഞ സാധനങ്ങളൊക്കെ എയറോബിക് മീഡിയ ആയിരുന്നു. ഇനി ഒരൊറ്റ എക്സാമ്പിൾ ആണ് അനൈറോബിക് മീഡിയക്ക് ഉള്ളത്. അനൈറോബിക് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനെ പോലെയുള്ള ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയ ആണ്. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ ആൻഡ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയ ആർ എക്സാമ്പിൾ ഫോർ അനൈറോബിക് മീഡിയ. Okay, so this is the question from this topic. Define and classify culture media with example. Write a short note on culture media. Write a note on material required for the preparation of culture media. Differentiate between indicator media and selective media. So that's all about the culture media. Hope it is clear. Thank you.